1985 സമാധാനത്തിൻ്റെ വർഷമായിരുന്നു എന്ന് പറയാം. ഇടയ്ക്കെങ്കിലും അങ്ങനെയായിരുന്നു. പഞ്ചാബിൽ സമാധാനമുണ്ടാക്കിയ ശേഷം രാജീവ് ഗാന്ധി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞു. അസമിൽ ആൾ ആസാം സ്റ്റുഡൻസ് യൂണിയനുമായി കരാറിൽ ഒപ്പിട്ടു. 1971 മാർച്ച് 21 ശേഷം ഇന്ത്യയിലേക്ക് കടന്നെത്തിയവരെ കണ്ടുപിടിച്ച് തിരിച്ചയക്കുമെന്നതായിരുന്നു കരാറിൻ്റെ കാതൽ. ആ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഒഴിവാക്കി. സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി. എങ്കിലും കോൺഗ്രസ് തകർന്നടിഞ്ഞു. ആൾ അസം സ്റ്റുഡൻസ് യൂണിയൻ രാഷ്ട്രീയ പാർട്ടിയായി രൂപം മാറി കഴിഞ്ഞിരുന്നു. അസം ഗണപരിഷത്ത് അവരാണ് സംസ്ഥാന ഭരണം പിടിച്ചത്. 32 വയസ്സുള്ള പ്രഫുല്ലകുമാർ മഹന്തയാണ് മുഖ്യമന്ത്രിയായി വന്നത്. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ് അസമിലെ ജനവിധിയെ ജനാധിപത്യത്തിൻ്റെ വിജയമായി കൊണ്ടാടി. ഞങ്ങൾ തോറ്റെങ്കിലും ജനാധിപത്യം ജയിച്ചല്ലോ എന്ന് കേന്ദ്രമന്ത്രിമാർ ആശ്വാസം കൊടുത്തു. അസമിന് പിന്നാലെ മിസോറാമിലും സമാധാനം വന്നു. മിസോ നാഷണൽ ഫ്രണ്ടും കേന്ദ്ര സർക്കാരും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു. അവർ ആയുധം വെച്ച് കീഴടങ്ങി. MNF നേതാവ് ലാൽ ഡെങ്കെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനാണെന്നത് നല്ലൊരു ഗുണമായിട്ടാണ് രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ വന്നു ഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് വിവാദത്തിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അഴിമതി ആരോപണങ്ങൾ ഇല്ലേയില്ല. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ക്ലീൻ എന്ന പേര് വീണു. രാജീവിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളും രാഷ്ട്രീയത്തിന് പുറത്തു നിന്നായിരുന്നു. കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അർജുൻ സിംഗ്, അരുൺ നെഹ്റു എന്നീ സുഹൃത്തുക്കൾ കേന്ദ്രമന്ത്രിമാരായി. രാജീവ് ഗാന്ധിയും ഈ സംഘവും സാങ്കേതിക വിദ്യയ്ക്ക് എളുപ്പത്തിൽ വഴങ്ങുന്നവരായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കാലുവെക്കാൻ അവർ വെമ്പി നിൽക്കുകയായിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ പലരും കളിയാക്കി. രാജീവിൻ്റെ കമ്പ്യൂട്ടർ കളികൾ എന്ന് പറഞ്ഞവരുണ്ട്. രാജീവിൻ്റെ മറ്റൊരു ധീരമായ പരീക്ഷണം സാമ്പത്തിക രംഗത്തായിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള അഴിമതിരഹിതനായ VP സിംഗിനെ അദ്ദേഹം ധനകാര്യമന്ത്രിയാക്കി. VP സിംഗിൻ്റെ ആദ്യ ബജറ്റ് 1985 മാർച്ചിൽ പുറത്തു വന്നു. വാണിജ്യ രംഗത്തെ കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതായിരുന്നു ആ ബജറ്റിൻ്റെ പ്രത്യേകത. ഇനി അങ്ങോട്ടുള്ള കഥയിൽ VP സിംഗ് എന്ന കഥാപാത്രത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരിക്കലെങ്കിലും കഥയുടെ കേന്ദ്രസ്ഥാനത്ത് വരും.